വാർത്തകൾ വിശദമായി നോക്കാം. ഡൽഹി സ്ഫോടനത്തിൽ മരണം 8ആയി, 24 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ UAPA ആക്ട് പ്രകാരവും BNSലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതേസമയം സ്ഫോടനം ഭീകരവാദ ആക്രമണം ആണെന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ സ്ഫോടനത്തിന് ഭീകരവാദ ആക്രമണത്തിന് സ്വഭാവമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം കേരളത്തിലും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളത്തിലും പോലീസ് പരിശോധന നടത്തി. വിവരങ്ങളുമായി S നന്ദഗോപനും തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും ചേരുന്നു. ആദ്യം നന്ദനിലേക്ക് പോവാം. നന്ദൻ, എന്താണ് നിലവിലത്തെ സ്ഥിതി? അശ്വതി, ഇന്നലെ വൈകുന്നേരം 6:53 റെഡ് ഫോർട്ടിന് സമീപം ഇത്തരമൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഏതാണ്ട് 6:55 തന്നെ ഫയർഫോഴ്സിന്റെ കൺട്രോൾ റൂമിലേക്ക് ആദ്യ കോൾ എത്തുകയാണ്. ഇത്തരത്തിലൊരു തീപിടുത്തം, ഒരു സ്ഫോടനം ഉണ്ടായി എന്ന് പറയുന്നത്. ഏതാണ്ട് 7 ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്ത് എത്തിയാണ് ഈ തീ പൂർണ്ണമായും ഏതാണ്ട് 7:30 തന്നെ ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. അതേസമയം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ മരണം 8ആയി എന്നുള്ളതാണ്. 8 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടുതൽ പേർ പരിക്കേറ്റവരുടെ എണ്ണം ഗുരുതരമായി തുടരുകയാണ്. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് 24 പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ LNGP ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെയൊക്കെ തന്നെ എയിംസിലേക്കും മാറ്റിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളും അതേപോലെ തന്നെ UAPAയിലെ 16-17 വകുപ്പുകൾ പ്രകാരവുമാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിലേക്ക് തന്നെ പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിവിധ ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി NIA അടക്കം ഈ സംഭവ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റും ശേഖരിച്ചിരുന്നു. ഇന്നലെ NIAയുടെ ഡോഗ് സ്ക്വാഡ് അടക്കം സംഭവ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റും ശേഖരിച്ചിരുന്നു. ഈ ഒരു സ്ഫോടനത്തിന്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ഭീകരവാദ സ്വഭാവമുള്ള ഒരു സ്ഫോടനമാണ് എന്നുള്ളതാണ് ഒരു വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഇതൊരു വാഹനത്തിനുള്ളിലെ CNG ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ മെട്രോ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഗേറ്റിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് പൊട്ടിത്തെറിച്ചതെന്ന് തുടങ്ങിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ അടുത്ത മണിക്കൂറിൽ തന്നെ പോലീസ് ആ ദുരൂഹത നീക്കി എന്നുള്ളതാണ്. ഒരു I-20 വാഹനമാണ് പൊട്ടിത്തെറിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഈ I-20 വാഹനം ഈ സിഗ്നലിലേക്ക്, ഈ ചാന്ദിനി ചൌക്ക് റെഡ് ഫോർട്ടിന് സമീപമുള്ള സിഗ്നലിലേക്ക് വളരെ സാവകാശം എത്തി പിന്നീട് ഈ വാഹനം ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പൊട്ടിത്തെറിക്ക് കാരണം എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് എന്താണ് എന്ന് ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ ഒന്നും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു ഭീകരവാദ ആക്രമണമായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് നോക്കിക്കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നിലവിൽ ഈ കാർ ഉടമയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹരിയാന സ്വദേശിയായ ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കാർ ഇയാൾ നേരത്തെ വിറ്റിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ പോലീസ് അത് വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി പേർ കസ്റ്റഡിയിലുണ്ട്. ഔദ്യോഗികമായി 3 പേർ ചോദ്യം ചെയ്തു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ വിവിധ മേഖലകളിൽ നിന്നായി പലരെയും ഇതുമായി ബന്ധപ്പെട്ട് NIA അടക്കം കസ്റ്റഡിയിലെടുത്ത് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ്, സംസ്ഥാന പോലീസ് അല്ലാതെ ഡൽഹി പോലീസ് മാത്രമല്ല അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പ്രതികളെ അടക്കമുള്ള പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. CCTV ഫൂട്ടേജുകളും മറ്റും കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഈ വാഹനം അത് ഏതാണ്ട് 3 മണി മുതൽ ഏതാണ്ട് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലെ സിഗ്നലുകളിലും അതേപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ കണ്ടതായിട്ട് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. മാത്രമല്ല മൊബൈൽ ടവർ അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. ഈ ഡൽഹിയിലെ ട്രാഫിക് സിഗ്നലുകളിലും അതേപോലെ തന്നെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലെയും മറ്റ് പ്രദേശങ്ങളിലെയും ഒക്കെ തന്നെ CCTV ഫൂട്ടേജുകൾ പോലീസ് കൃത്യമായി പരിശോധിച്ചു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഔദ്യോഗികമായി ഇതൊരു ഭീകരവാദ ആക്രമണമാണെന്ന്
സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത്തരമൊരു സ്വഭാവം ഇതിലുണ്ട് എന്നത് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഔദ്യോഗികമായി 3 പേരുടെ കസ്റ്റഡിയിൽ പറയുന്നുണ്ടെങ്കിലും നിരവധി പേർ കസ്റ്റഡിയിൽ ഇപ്പോൾ നിലവിൽ ഈ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും 2 യുവ ഡോക്ടർമാരെ അടക്കം പോലീസ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസുമായിട്ട് ഏതാണ്ട് 2900 കിലോയോളം RDX അടങ്ങുന്ന അമോണിയം നൈട്രേറ്റ് അടങ്ങുന്ന എക്സ്പ്ലോസീവ് മെറ്റീരിയൽസുമായിട്ട് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹരിയാന പോലീസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു അത്തരം ഒരു നീക്കമുണ്ടായത്. അതായത് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു AK-47 തോക്ക് കണ്ടെത്തുന്നു. അതേപോലെ തന്നെ ചില സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സോപ്പിയാൻ, അനന്തനാഗ്, പുൽവാമ അടക്കമുള്ള മേഖലകളിൽ ജമ്മു കാശ്മീർ പോലീസ് വിവിധ റെയ്ഡുകൾ നടത്തി വിവിധ ആൾക്കാരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ഈ തീവ്രവാദത്തിന്റെ വേര് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ ഈ ഡൽഹി കേന്ദ്രീകരിച്ച് ഡൽഹിക്ക് സമീപമുള്ള മേഖലകളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ രാജ്യ തലസ്ഥാനത്ത് അടക്കം സ്ഫോടനമായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജമ്മു കാശ്മീർ പോലീസ് ഹരിയാനയിലെത്തി ഈ ഹരിയാന പോലീസിന്റെ സഹായത്തോടുകൂടി 2 യുവ ഡോക്ടർമാരെയും ഏതാനും വിദ്യാർത്ഥികളെയും അടക്കം 7 പേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 3 പിസ്റ്റളുകൾ കണ്ടെത്തി. നേരത്തെ പറഞ്ഞപോലെ 2900 ഗ്രാം എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് കണ്ടെത്തി. ഇത് കൂടാതെ തന്നെ IED ബോംബ് സ്ഫോടനത്തിനാവശ്യമായ ഉഗ്രസ്ഫോടനം നടത്താൻ ശേഷിയുള്ള തരത്തിലുള്ള മറ്റ് സാധന സാമഗ്രികൾ, ബാറ്ററിയും അതേപോലെ തന്നെ അതിന്റെ വയറുകളും അതേപോലെ തന്നെ ഡിറ്റനേറ്ററുകളും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉഗ്രസ്ഫോടനത്തിന് ആവശ്യമായ മുഴുവൻ വസ്തുക്കളും ഇവർ കരുതിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അന്നേരം പോലീസും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റും വ്യക്തമാക്കിയിരുന്നത് ഇവരുടെ ഗ്രൂപ്പുകൾ ഇവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവർ അവർ പല ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്തടക്കം സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ളത് നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലയിലടക്കം വലിയ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അത്തരമൊരു സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാകാം ഇവർക്ക് മറ്റിടങ്ങളിൽ മറ്റ് തന്ത്രപ്രധാന മേഖലകളിലെത്തി ഈ സ്ഫോടനം നടത്താൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ദീപാവലി മുതൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അതേപോലെ തന്നെ അത്തരം രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മന്ത്രാലയങ്ങളാണേലും തന്ത്രപ്രധാന മേഖലകളിലൊക്കെ വലിയ രീതിയിൽ കനത്ത സുരക്ഷയിലേക്ക് എത്തിയ സാഹചര്യമുണ്ടായിരുന്നു. വാഹന പരിശോധന അടക്കം കർശനമാക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാതിരുന്നതും ഈ സ്ഫോടനം ഇത്ര ഒരു ചെറിയ കാഷ്വാലിറ്റിയിൽ അവസാനിച്ചതും ഒരുപക്ഷെ അത്തരം സുരക്ഷയുടെ കൂടി അല്ലെങ്കിൽ അത്തരം സുരക്ഷ ഒരുക്കിയിരുന്നതിന്റെ കൂടി കാരണമായിരിക്കണം എന്ന് വേണം വിലയിരുത്താൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിന്റെ ഒരു തീവ്രവാദ സ്വഭാവം എന്നുള്ളത് ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം CNG ബ്ലാസ്റ്റ് എന്നുള്ളത് അത്തരം ചില വാർത്തകൾ അത്തരം ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡൽഹി പോലീസിന്റെ പേരിൽ അത്തരം ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും പ്രചരിക്കുന്നത് അത് ഫേക്കാണ്, അത് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എക്സ്പ്ലോസീവ് വിദഗ്ധർ അതേപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾ സയന്റിഫിക് റിസർച്ച് വിങ് ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അനാലിസിസിലേക്കൊക്കെ തന്നെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ലഭിച്ച മണ്ണ് മുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ശേഖരിച്ച മറ്റ് വസ്തുക്കളൊക്കെ കൃത്യമായ ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇതിലൊരു ഭീകരവാദ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഭീകരവാദ സ്വഭാവമുണ്ടോ എന്നൊക്കെ വ്യക്തമാക്കുന്നത്. നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരമൊരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഭീകരവാദ സംഘടന ഇതിന്റെ അവകാശം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരം സ്ഫോടനങ്ങൾ നടത്തിയാൽ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിമിഷം വരെയും അത്തരത്തിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഇത്തരം ഒരു ഈ എക്സ്പ്ലോസീവിന്റെ കാരണം അത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഈ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുഖ്യമന്ത്രി രേഖ ഗുപ്ത LNGP ഹോസ്പിറ്റലിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയുണ്ടായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാഞ്ഞ് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതേപോലെ തന്നെ മറ്റ് വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നത
ഉദ്യോഗസ്ഥർ ആഭ്യന്തര മന്ത്രാലയത്തിലെയും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ മറ്റ് സൈനിക വിഭാഗങ്ങളുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പോലീസിന്റെയും അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. നിലവിലിപ്പോൾ ഒരു ജാഗ്രതയിലൂടെയാണ് ഡൽഹി കടന്നുപോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കനത്ത സുരക്ഷയാണ് ഡൽഹിയിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഈ മന്ത്രിമാരുടെ വസതിക്കും അതേപോലെ തന്നെ പാർലമെന്റിനും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലുമൊക്കെ തന്നെ സായുധധാരികളായ അർദ്ധസൈനിക വിഭാഗത്തെയും അതേപോലെ തന്നെ NSG കമാൻഡോ അടക്കം വിന്യസിച്ച സാഹചര്യമുണ്ട്. വാഹന പരിശോധനകൾ കൂടുതൽ കർശനമാക്കി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട് ഭാഗമായിരുന്നവർ അവർ ഡൽഹി വിട്ടുപോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ പരിശോധന തുടരുകയാണ്. ഡൽഹിയിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, അത്തരം വാഹനങ്ങളൊക്കെ കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അങ്ങനെ സമഗ്രമായ ഒരു പരിശോധനയും ഒപ്പം തന്നെ ഒരു ജാഗ്രതയും ഡൽഹി കേന്ദ്രീകരിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ജാഗ്രതയുടെ മണിക്കൂറുകളിൽ കൂടിയാണിപ്പോൾ ഡൽഹി കടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നലെ രാത്രിയിലായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഈ രാവിലെ എനിക്ക് തൊട്ടു പിന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരും മറ്റും രാവിലെ തന്നെ വിദഗ്ധ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് പകൽ വെളിച്ചത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഈ രാത്രിയിൽ ഈ ഒരു 6:55 ആയപ്പോഴേക്കും പൂർണ്ണമായും സൂര്യൻ അസ്തമിച്ച് പൂർണ്ണമായും ഇരുട്ട് വീണിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ നടന്ന ഈ ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ സെർച്ചിങ് ഓപ്പറേഷനുകളാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യാണെങ്കിലും ഒക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് കിടക്കും. അശ്വതി, അതേ തന്നെ ഇത് പൊട്ടിത്തെറിച്ച കാറിനുള്ളിൽ 3 പേരുണ്ടായിരുന്നെന്നാണ് വിവരം. അപ്പോൾ അതൊരു ചാവേർ ആക്രമണം എന്ന സംശയത്തിലേക്കല്ലേ നീങ്ങുന്നേ? രാജ്യ തലസ്ഥാനത്ത് ഞെട്ടിച്ച സ്ഫോടനത്തിൽ ഇതുവരെ 8 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 30-ലേറെ പേർക്ക് പരിക്കുണ്ടെന്നും 4 പേരുടെ നില ഗുരുതരമാണെന്നും ഉള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. കേരളത്തിലും പൂനെ, മുംബൈ, കൊൽക്കത്ത ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പരിശോധനകൾ നടക്കുകയാണ്. തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളത്തിലും ഉൾപ്പെടെ പോലീസ് പരിശോധന തുടരുകയാണ്. പുൽവാമ സ്വദേശിയായ താരിഖിലേക്കാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദൻ, ഈ കാറിൽ 3 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. അപ്പോൾ അതൊരു ചാവേർ ആക്രമണം എന്ന സംശയത്തിലേക്കല്ലേ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അനുമാനങ്ങളും പോലീസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഈ കാറിനകത്ത് 3 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും മറ്റും പരിശോധിച്ചപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ, ഈ എക്സ്പ്ലോസീവ് നടക്കുമ്പോൾ ക്ഷമിക്കണം, ഇവർ ഈ കാറിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഇവർ കാറിനകത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ ചാവേറാകാൻ വേണ്ടി എത്തിയവരായിരിക്കണം. സാധാരണഗതിയിൽ ഇത്തരം ചാവേർ ആക്രമണങ്ങളിലൊക്കെ കൂടുതൽ പേർ, ഒന്നിലധികം പേർ പങ്കെടുക്കാറില്ല എന്നുള്ളതാണ്. ഒരാൾ മാത്രമായിരിക്കും ചാവേറായി പോയിട്ട് അല്ലെങ്കിൽ ആ സംഭവത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് ഒരു സമഗ്ര അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. CCTVകളാണ് പോലീസ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഏതാണ്ട് 3 മണി മുതൽ ഈ I-20 വാഹനം, ഈ വെള്ള നിറത്തിലുള്ള ഈ ഒരു I-20 വാഹനം, അത് ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ വിവിധ ട്രാഫിക് സിഗ്നലുകളിലൊക്കെ തന്നെ അത് കറങ്ങുന്ന, അതുമായി ബന്ധപ്പെട്ട അതിൽ യാത്രക്കാർ ഉൾപ്പെടെ ഈ വാഹനം റോഡിൽ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ ആ റോഡിൽ കിടക്കുന്ന വാഹനങ്ങൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ ഓരോ പോയിന്റുകൾ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങളും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനൊരു തീവ്രവാദ സ്വഭാവമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം ഒരു സംഘടനയും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ആക്രമണമാണ് എന്നുള്ളത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 3 പേർ, അവരെ ഏതാണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ള സൂചനകളും പോലീസ് നൽകുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനത്തിൽ 3 പേർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നതടക്കം
പോലീസ് കൃത്യമായി പരിശോധിക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നു, സാധാരണഗതിയിൽ ചാവേർ ആക്രമണത്തിൽ ഒരാൾ അതിൽ കൂടുതൽ അങ്ങനെ ഉണ്ടാകാറില്ല. ഈ കഴിഞ്ഞ അത്തരം ചാവേർ ആക്രമണങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം നിർത്തിയതിന് ശേഷം 3 പേരും സിഗ്നലിൽ ഈ വാഹനം നിർത്തിയ ശേഷം 3 പേരും രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഈ വാഹനം ഇവർ പുറത്തിറങ്ങിയതിന് ശേഷം വേറെ ഏതെങ്കിലും റിമോട്ട് കൺട്രോളിലൂടെയോ മറ്റോ ഒരു എക്സ്പ്ലോഷൻ, ഒരു സ്ഫോടനം നടത്തിയതാകുമോ, അങ്ങനെ വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാഥമികമായി ഒരു തരത്തിലുള്ള ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ അത്തരം വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. ഡൽഹി പോലീസിന്റെ തന്നെ വിവിധ ഭാഗങ്ങൾ, ക്രൈം അടക്കമുള്ള പ്രത്യേക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അടക്കമുള്ള പ്രത്യേക വിഭാഗങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു. കൂടാതെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള വിവിധ അന്വേഷണ ഏജൻസികളും ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇതിനോടകം തന്നെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആരാഞ്ഞിരുന്നു. ലോക നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അനുശോചനം അറിയിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളിലെ വിവിധ രാഷ്ട്രത്തലവന്മാർ ഇതുമായി ബന്ധപ്പെട്ട അനുശോചനം അറിയിച്ചിരുന്നു. കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖരും ഈ ഒരു സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സ്വഭാവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UAPA അടക്കമുള്ള വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ട്വാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീവ്രവാദ സ്വഭാവം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു എക്സ്പ്ലോഷൻ, ഒരു സാധാരണഗതിയിൽ ഒരു വാഹനത്തിന് തീപിടിക്കുന്നത്, ഈ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഭാഗം കത്തുന്നു, അത് പിന്നെ കത്തിയാളി ഈ പെട്രോൾ ടാങ്കിലേക്കും മറ്റും അതിൻ്റെ മർദ്ദമെത്തിയാണ് ഈ വാഹനം പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. CNG നിറച്ച വാഹനമാണെങ്കിലും ഇത്ര വലിയൊരു എക്സ്പ്ലോഷൻ, ഇത്ര വലിയൊരു സ്ഫോടനം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്തെ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടത് വലിയ രീതിയിലുള്ള എക്സ്പ്ലോഷനാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വാഹനത്തിൽ ഒരുപക്ഷെ സ്ഫോടക വസ്തുക്കൾ ധാരാളമായി നിറച്ചിരിക്കണമെന്നുള്ളതും വ്യക്തമാക്കുന്നു. ഏതാണ്ട് 1 കിലോമീറ്ററിനപ്പുറം വരെ ഈ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏതാണ്ട് മീറ്ററുകളോളം, ഏതാണ്ട് 200-300 മീറ്ററുകളോളം ഈ ശരീരഭാഗങ്ങൾ അവിടെ പൊട്ടിത്തെറിച്ച് കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ അത് കൃത്യമായി തന്നെ കണ്ടതാണ്. നമുക്ക് നേരിട്ട് പോയപ്പോൾ അത് ബോധ്യപ്പെട്ടതാണ്. അതേപോലെ തന്നെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകളുണ്ട്. ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഏതാണ്ട് 3 ഈറിക്ഷകളോളം കത്തി നശിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ സിഗ്നലിലേക്ക് വന്നു നിന്ന മറ്റ് 3 കാറുകൾക്ക് കൂടി ഈ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ കൂട്ടാളികൾ സ്വാഭാവികമായും പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം പോലീസ് നോക്കിക്കാണുന്നുണ്ട്. രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സ്ഫോടനങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം തന്നെ IS ഭീകരവാദ ബന്ധമുള്ള ഒരു ഹൈദരാബാദ് സ്വദേശിയായ ഒരു ഡോക്ടറെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അയാൾ ബയോ വെപ്പൺ ഉപയോഗിക്കുവാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്കായിരുന്നു കടന്നിരുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ മാർഗം എത്തിച്ച ബയോ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് വലിയ കലാപം, അല്ലെങ്കിൽ രാജ്യത്ത് വലിയ ആക്രമണ പദ്ധതി ഇട്ടിരുന്ന IS ഭീകരനെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. അതേസമയം ഈ സഹാറൻപൂർ, അതേപോലെ തന്നെ ഫരീദാബാദ്, ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റിലായ 7 പേർ, ആ 7 പേർ കൃത്യമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന പരമ്പര തന്നെയായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോഴും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് ബോധ്യപ്പെട്ടത് ഇവരുടെ കൂട്ടാളികൾ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ഇത്തരം IS ഭീകരവാദികൾ സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രോഡീകരിച്ചു വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ 7 പേരുടെ അറസ്റ്റിന്റെ ഭാഗമായി തന്നെ മറ്റു ചിലരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഔദ്യോഗികമായ വിവരങ്ങൾ പോലീസ് ഇതുവരെയായിട്ടും പങ്കുവച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിലാണ് ഇതൊരു കാറ് പൊട്ടിത്തെറിച്ചതാണെന്നും അതേപോലെ തന്നെ ട്രാഫിക് സിഗ്നലിലേക്ക് പതിയെ എത്തി ആ വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നീട് ഔദ്യോഗികമായ
ഒരു വിവരം എവിടെ നിന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസോ അതേപോലെ തന്നെ സർക്കാരോ അത്തരം വിവരങ്ങളൊന്നും തന്നെ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം നേരത്തെ 8 എന്നുള്ളത് അതൊരു പക്ഷേ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് ആരോഗ്യ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എയിംസ് അടക്കമുള്ള ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ട് രോഗികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ അവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അശ്വതി, കാറുടമ പുൽവാമ സ്വദേശിയാണല്ലോ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് അതിർത്തി വഴി പാകിസ്ഥാനിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? തീർച്ചയായിട്ടും ഇതിൽ ഭീകരവാദ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതിൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഫരീദാബാദിലും സഹാറൻപൂരിലുമൊക്കെ തന്നെ അറസ്റ്റിലായവർക്ക് കൃത്യമായ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു. ഇവർ പാകിസ്ഥാനിലുള്ള ഭീകരവാദി നേതാക്കളുമായി പലതവണ ചർച്ചകൾ നടത്തി എന്നുള്ളത് പോലീസിന് അതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും പരിശോധിച്ചപ്പോൾ ലഭ്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഒരു പങ്ക് കൃത്യമായി തന്നെ അതായത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സ്ഫോടനത്തിൽ അതിൽ പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെയോ പങ്ക് ഔദ്യോഗികമായി വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ അതിർത്തി വഴി ഈ സ്ഫോടനത്തിന് കാരണക്കാരായവർ കടന്നുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും കശ്മീർ അടക്കമുള്ള മുഴുവൻ മേഖലകളിലും പരിശോധനയും മറ്റും കർശനമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് ചില നഗരങ്ങളിൽ മുംബൈ, അതേപോലെ തന്നെ വാരണാസി, അയോധ്യ അടക്കമുള്ള നഗരങ്ങളിൽ, ഒപ്പം തന്നെ കൽക്കട്ട അടക്കമുള്ള നഗരങ്ങളിൽ പോലീസ് ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോയിഡയിൽ, ഉത്തർപ്രദേശിലെ നോയിഡയിൽ സമാനമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും മറ്റും നടത്തിയിരുന്നു. ഇപ്പോഴും ആ മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്നലെ ആയതിന് പിന്നാലെ ഒരുപക്ഷെ തുടർ സ്ഫോടനം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ചില സൂചനകൾ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി സ്ഫോടനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രദേശത്തുള്ള മാർക്കറ്റുകൾ മാത്രമല്ല, ഡൽഹിയുടെ വിവിധ മേഖലകളിലുണ്ടായിരുന്ന മുഴുവൻ മാർക്കറ്റുകളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ച് ആ മാർക്കറ്റുകൾ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ വിവിധ ഇടങ്ങളിലേക്ക് പോലീസ് പരിശോധനകൾ കൂടുതലായി വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജനത്തിരക്ക് ഏറിയ ഇന്ത്യ ഗേറ്റ് അടക്കം, ഇന്ത്യ ഗേറ്റിലൊക്കെ തന്നെ സ്വാഭാവികമായും വൈകുന്നേരങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അവിടൊക്കെ കൃത്യമായി പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചുകൊണ്ട് അവിടെ നിന്നും ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ജാഗ്രത കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും സുരക്ഷ കർശനമായി തന്നെ തുടരുകയാണ്. NSGയുടെ സേനാംഗങ്ങൾ ഈ വിവിധ മേഖലകളിലെ തന്ത്രപ്രധാന ഇടങ്ങളിൽ ഇതിനോടകം തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണം വിവിധ ഘട്ടങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ രാജ്യവ്യാപകമായി തന്നെ ഇത്തരം ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അതേപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഒക്കെ തന്നെ അന്വേഷണം അവലോകന യോഗം ഇന്ന് എപ്പോഴാണ് നടക്കുക? ക്ഷമിക്കണം, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ഇന്നുണ്ടല്ലോ, അത് എപ്പോഴാണ് നടക്കുക? അശ്വതി, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ രാത്രി തന്നെ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് CISF, CRPF, അതേപോലെ തന്നെ ഡൽഹി പോലീസ്, BSF തുടങ്ങിയ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന മുഴുവൻ അർദ്ധസൈനിക വിഭാഗങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും സ്വാഭാവികമായും അതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായി തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥരുമായി സേനാ വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് CISF എയർപോർട്ടുകളുടെയും അതേപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകളുടെയും ഒക്കെ തന്നെ സുരക്ഷാ ചുമതലയുള്ളത് CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ്. CISFന്റെ DGPയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചത് കൂടാതെ ഡൽഹി, അതേപോലെ തന്നെ മുംബൈ അടക്കമുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളുടെ
സുരക്ഷയും CISF വർദ്ധിപ്പിച്ചിരുന്നു. മെട്രോ സ്റ്റേഷനുകളിൽ ഡൽഹിയിലെ മുഴുവൻ മെട്രോ സ്റ്റേഷനുകളിലും അഡീഷണൽ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു CISFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതേപോലെ തന്നെ CRPFന് സുരക്ഷാ ചുമതലയുള്ള ചില മേഖലകളുണ്ട്. അങ്ങനെ CRPFന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഇന്നലെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ CRPFന്റെ DGയുമായും ഡയറക്ടർ ജനറലുമായും കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പുറമെ വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായും അതേപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും PMOയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അത്തരം ചില മീറ്റിംഗുകൾ രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗുകൾ നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, ഇതൊരു ഭീകരവാദ ആക്രമണമാണോ അല്ലയോ എന്നത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി കൂടെ ചേരുന്നുണ്ട്. ശാലിനി, ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇന്നും ഇപ്പോഴും പരിശോധനയും ജാഗ്രതയും തുടരുകയാണോ? അശ്വതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ രാജ്യതലസ്ഥാനത്തുണ്ടായ വലിയൊരു സ്ഫോടനം, ആ സ്ഫോടനത്തിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ല. രാജ്യത്താകമാനം അതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലയിലെ എല്ലായിടങ്ങളും പരിശോധിക്കണം എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിട്ടുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നമ്മളിപ്പോൾ നൽകുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. പോലീസിന്റെയും RPFന്റെയും പ്രത്യേകമായിട്ടുള്ള പരിശോധനകൾ നടന്നു. ഡോസ്കോഡിന്റെ പ്രത്യേക പരിശോധനകൾ നടന്നിരുന്നു. ഇതിപ്പോൾ രാവിലെയും സമാനമായ രീതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാരെ മുഴുവനുമായി പരിശോധിച്ചതിന് ശേഷമാണ് ട്രെയിനിനുള്ളിലേക്കും റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കും കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരുടെ ബാഗേജുകളടക്കം പ്രത്യേകമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഒരു രീതിയിലുമുള്ള അനർത്ഥ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ RPFന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ട്രെയിനിൽ പ്രത്യേകമായിട്ടുള്ള പരിശോധന RPFന്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ വിമാനത്താവളങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, ആളുകൾ കൂടുന്ന ഇടങ്ങൾ എല്ലായിടവും കേന്ദ്രീകരിച്ചുള്ള പരിശോധന സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്, RPFന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ആൾക്കൂട്ടം ഉണ്ടാകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പരിശോധനകൾ, ജാഗ്രതകൾ എല്ലാം തന്നെ ശക്തമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം വിമാനത്താവളം, അന്താരാഷ്ട്ര ടെർമിനൽ, ആഭ്യന്തര ടെർമിനൽ, ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം അടക്കമുള്ള മേഖലകളിൽ പ്രത്യേക പരിശോധന, ഡോസ്കോഡിന്റെ അടക്കമുള്ള പരിശോധനകൾ തുടരുകയും ചെയ്യുകയാണ്. വരും മണിക്കൂറിലും പരിശോധനകൾ മിക്കയിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കൂടാതെ തന്നെ സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ജാഗ്രത ശക്തമാക്കണമെന്നുള്ള പ്രത്യേക മുൻകരുതൽ SP-മാർക്ക് സംസ്ഥാന പോലീസ് മേധാവി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വരും മണിക്കൂറിൽ ആ പരിശോധന തീവ്രമാക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ജാഗ്രത തുടരുകയാണ്. സംശയാസ്പദമായ രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ തലസ്ഥാനത്ത് നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും സംശയാസ്പദമായി ഏതെങ്കിലും തരത്തിൽ ആളുകളെ കാണുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും ഒക്കെയുള്ള പ്രത്യേക നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിമാർക്ക് സംസ്ഥാന പോലീസ് മേധാവി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജ്യതലസ്ഥാനത്തുണ്ടായ ആ ഒരു വലിയ സ്ഫോടനം, അതിൻ്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ല. അതേസമയം തന്നെ തലസ്ഥാന ജില്ലയിലടക്കം പരിശോധന ഈ മണിക്കൂറിലും തുടരുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള മേഖലകളിൽ പോയിരുന്ന ട്രെയിനുകൾ തലസ്ഥാനത്ത് കൂടി കടന്നു പോകുന്നുണ്ട്. തലസ്ഥാനത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനുകൾ ഡൽഹി വരെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും മാർഗം ട്രെയിൻ വഴി ഏതെങ്കിലും ആളുകൾ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ കടക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടാവുകയാണെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ആശുപത്രികളടക്കമുള്ള മേഖലകളിലും പ്രത്യേകം പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡോസ്കോഡിൻ്റെ പരിശോധനയൊക്കെ നടക്കുകയാണ്. കാരണം ഡൽഹിയിലെ ഈ ഒരു സ്ഫോടനം ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ജാഗ്രത സംസ്ഥാനത്ത് ശക്തമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ അടക്കമുള്ള മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ മണിക്കൂറിലും തുടരുകയാണ്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം മുഴുവനുമായി ഉള്ളത്. പ്രത്യേക അവലോകന യോഗങ്ങളടക്കം തലസ്ഥാന ജില്ലയിലും വരും മണിക്കൂറിൽ ചേരും. അതിനുശേഷമായിരിക്കും സുരക്ഷ ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ, നടപടികൾ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്നും റെയിൽവേയുടെ ഭാഗത്തുനിന്നും സ്വീകരിക്കണം. റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, നിയമസഭയും സെക്രട്ടേറിയറ്റും ഉൾപ്പെടെയുള്ള ഭരണകേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും
തലസ്ഥാനത്തിന്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരത്തെ നിയമസഭയും സെക്രട്ടേറിയറ്റും അടക്കമുള്ള മേഖലകൾ. അവിടെ നിലവിൽ തന്നെ അതീവ സുരക്ഷാ മേഖലയാണ്. പ്രത്യേക പോലീസിന്റെ സുരക്ഷ, സായുധ സേനയുടെ സുരക്ഷയൊക്കെ അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. സ്വാഭാവികമായും ഈ ഒരു അലേർട്ട് വന്നതിന് ശേഷം, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം വന്നതിന് ശേഷം കൂടുതൽ പരിശോധനകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ മേഖലകളും തലസ്ഥാന ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സുരക്ഷ നൽകേണ്ട എല്ലാ ഇടങ്ങളിലും പോലീസിന്റെ പ്രത്യേക പരിശോധന നടക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന നടക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം അടക്കമുള്ള മേഖലകളും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, അടിക്കടി തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബോംബ് ഭീഷണി വരുന്ന ഒരു മേഖല കൂടിയായി മാറിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, സെക്രട്ടേറിയറ്റ്, വഞ്ചൂർ കോടതി പരിസരം അടക്കമുള്ള മേഖലകളിലേക്ക് വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നത്. ആ ഡൽഹിയുടെ സ്ഫോടന പശ്ചാത്തലത്തിൽ ആ ഒരു പരിശോധനയുടെ തോത് കൂട്ടിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതിൽ തീവ്ര പരിശോധനയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിമാർ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. നന്ദൻ, മരണസംഖ്യ ഉയർന്നു 9 എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അശ്വതി, അത്തരം ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. നിലവിൽ ഔദ്യോഗിക ഭാഷ്യം എന്ന് പറയുന്നത് 8 മരണമാണ്. 8 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ 24 പേർക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം, അല്ലെങ്കിൽ മരണസംഖ്യ ഇനിയും ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ സർക്കാർ അതേപോലെ തന്നെ ആശുപത്രി വൃത്തങ്ങളും, പ്രത്യേകിച്ച് LNGP ആശുപത്രിയിലും എയിംസിലുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങളും മറ്റും എത്തിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ലഭിക്കുന്ന ഔദ്യോഗിക ഒരു സ്ഥിരീകരണം എന്നുള്ളത് മരണസംഖ്യ 8 എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ആകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഗുരുതരമായി പരിക്കേറ്റ് 6 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് കൃത്യമായി വിദഗ്ധ ചികിത്സ നൽകുവാൻ വേണ്ടുള്ള നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി രേഖ ഗുപ്ത സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. LNGP ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡൽഹി മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിക്കേറ്റവരെ സന്ദർശിക്കുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റും എത്തിയിരിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രിയിൽ തന്നെ പലവിധ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്നു. അവിടുത്തെ ഈ പരിസര പ്രദേശത്തെ മണ്ണ് സഹിതമാണ് ഇന്നലെ ഫോറൻസിക് വിദഗ്ധ ലാബുകളിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും വിദഗ്ധ സംഘം വീണ്ടും ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അതേപോലെ തന്നെ രാത്രി മുതൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയ ബാരിക്കേഡുകൾ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ആയിട്ട് ആ ഒരു റേഡിയസിൽ ബാരിക്കേഡുകൾ തീർത്ത് ഈ സംഭവ സ്ഥലം പൂർണ്ണമായും ബന്ദോസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഈ ഈ സ്ഫോടനം നടന്ന കൃത്യമായ സ്ഥലവും പോലീസ് അത് കെട്ടിയടച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റ് സംഘങ്ങൾ അവിടേക്ക് എത്തരുത് എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടുകൂടി തന്നെ അവിടെ ബന്ദോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായും ബാരിക്കേഡുകളും മറ്റും തീർത്ത് അടച്ചിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം പല ഘട്ടങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ അന്വേഷണം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വിവിധ മേഖലകളിൽ ഇവരുടെ ഒരുപക്ഷെ ഇതൊരു ഭീകരവാദ ആക്രമണമാണെങ്കിൽ ഇവരുടെ കൂട്ടാളികൾ മറ്റ് വിവിധ മേഖലകളിലും സമാനമായ രീതിയിൽ ഇത്തരമൊരു സ്ഫോടന പരമ്പരകളോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളോ നടത്തുവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ കനത്ത സുരക്ഷയും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ ഓപ്പറേഷനുകളും അല്ലെങ്കിൽ അത്തരം പരിശോധനകളും നടക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വലിയ രീതിയിൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ 2 മേഖലകളിലായി, ഒന്ന് ഗുജറാത്തിൽ ഒരു IS ഭീകരൻ അറസ്റ്റിലാകുന്നു. 35 വയസ്സുള്ള ഒരു ഡോക്ടറാണ് അവിടെ നിന്നും അറസ്റ്റിലാകുന്നത്. ഇയാൾ ജൈവ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണമായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. അതുകൂടാതെ മറ്റ് മേഖലകളിൽ ആക്രമണം നടത്തുവാൻ വേണ്ടി പദ്ധതിയിട്ട ഏതാണ്ട് 7 പേരെയാണ് ഡൽഹി പോലീസിന്റെ ഹരിയാന പോലീസിന്റെ സഹായത്തോടുകൂടി ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ ഒരു അറസ്റ്റിന്റെ പ്രതികാര നടപടിയാണോ അല്ലെങ്കിൽ ആ അറസ്റ്റുമായി ഈ സംഭവത്തിന്
ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില നിഗമനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് ഒരു ഭീകരവാദ ആക്രമണത്തിന്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായി യാതൊരുവിധ കാര്യങ്ങളും സ്ഥിരീകരിക്കുന്നില്ല. അത്തരം ഭീകരവാദ ആക്രമണങ്ങളുടെ അല്ലെങ്കിൽ അത്തരം ഭീകരവാദം ആണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഭീകരവാദികളാണ് ഇതിന് പിന്നിലെന്ന് ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ആ സാധ്യതകൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനത്തിന്റെ ഒരു സ്വഭാവം സൂചിപ്പിക്കുന്നതും ആണ്. കൂടുതൽ ഒരു ഭീകരവാദ ആക്രമണത്തിനുള്ള ഒരു സാധ്യതകൾ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ആ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് ഡൽഹി പോലീസ് കടന്നിരിക്കുന്നത്. ഡൽഹി പോലീസിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് UAPA ആക്ട് പ്രകാരവും അതേപോലെ എക്സ്പ്ലോസീവ് ആക്ടും ഒപ്പം BNSന്റെ വിവിധ വകുപ്പുകൾ പ്രകാരവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ അങ്ങനെ തന്നെ നൽകുകയാണ്. അത്തരം സാധ്യതകൾ പരിശോധിച്ചാണ് ഇപ്പോൾ നിലവിൽ പോലീസ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ മുന്നിൽ കണ്ട് അത് ദൂരീകരിച്ചാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഫോറൻസിക് വിദഗ്ധർ കൂടുതലായി ഇന്നിപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തും. അതേപോലെ തന്നെ ഇന്നലെ NSGയുടെ അടക്കം K9 സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും ഇതുമായി ബന്ധപ്പെട്ട NSGയുടെയും അതേപോലെ തന്നെ NIAയുടെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി ഈ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.